നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണക്ക് ചോദിക്കാനുള്ളതാണ്, പക തീർക്കാനും സതീശൻ ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇനി തലയിൽ മുണ്ടിട്ടോടേണ്ടി വരും. വല്ലാത്ത അവസ്ഥയാണ് പിണറായി വിജയന്. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ പിണറായി വിജയൻ്റെ സ്വന്തം അംഗരക്ഷകരെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ തന്നെ എടുത്തൊടുക്കുന്നു. പ്രതിപക്ഷ നേതാവായി സ്ഥാനാരോഹണം നടത്തിയ പിണറായി വിജയനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ എടുത്തെറിയുകയാണ് കേരളത്തിൻ്റെ പല ദിക്കുകളിൽ നിന്ന്. CPM ജില്ലാ സെക്രട്ടേറിയറ്റുകൾ പച്ചയ്ക്ക് വിമർശിക്കുന്നു. എന്തിനാണ് പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കിയത് എന്ന് പച്ചയ്ക്ക് ചോദിച്ചു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ്. അവിടെ ഉണ്ടായിരുന്ന MP ഗോവിന്ദൻ ആകെ തലകുരിച്ചു. ഏറ്റവും സീനിയറായിട്ടുള്ളത് പിണറായി വിജയനാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കിയതെന്ന് ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവായി വിലസാൻ ആഗ്രഹിച്ചതൊക്കെ കൊള്ളാം, പക്ഷെ നിയമസഭയിലേക്ക് പിണറായി വിജയൻ കടന്നു ചെല്ലുമ്പോഴാണ് കൗതുകം. ഇപ്പോഴിതാ പ്രോടൈം സ്പീക്കറായി സുധാകരനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രോടൈം സ്പീക്കറായി സ്ഥാനമേൽക്കുകയും ചെയ്തു. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് 21 ചേരുന്നത്. അന്നാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞ. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അമ്പലപ്പുഴയിൽ നിന്നും സ്വതന്ത്രനായി ജയിച്ച മുതിർന്ന നേതാവ് സുധാകരന് മുന്നിൽ പിണറായി വിജയൻ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോഴും ഇരുന്ന ചോദ്യം. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന മുതിർന്ന അംഗമെന്ന നിലയിലാണ് പ്രോടൈം സ്പീക്കറായി സുധാകരനെ നിശ്ചയിച്ചത്. മെയ് 21 പുതിയ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ പൂർണ്ണ ചുമതല സുധാകരനും. ആദ്യ ദിനം പ്രോടൈം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യാത്തവർക്ക് പിന്നീട് സ്ഥിരം സ്പീക്കർ തെരഞ്ഞെടുക്കപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അതുകൊണ്ട് പിണറായി വിജയൻ ആദ്യ ദിവസം സഭയിൽ നിന്ന് മുങ്ങുമോ എന്നതാണ് കൗതുകകരമായ ചോദ്യം. സതീശൻ്റെ ഒന്നാം കണക്ക് തീർക്കൽ കേമമായി. മറ്റ് 2 തലത്തിൽ പിണറായി വിജയനെതിരെ കണക്ക് തീർക്കുകയാണ് സതീശൻ. പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെ പ്രഖ്യാപിച്ച തുടരന്വേഷണം. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് അന്വേഷിച്ച AP ഷൗക്കത്ത് അലിക്കാണ് അന്വേഷണ ചുമതല. DYSP ബൈജു പൗലോസ് അന്വേഷണ സംഘത്തിലുണ്ട്. ഈ സംഘത്തോട് 1 മാസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് DGPയുടെ ഉത്തരവ്. പിണറായി വിജയന്റെ സന്തത സഹചാരികളെ രക്ഷിക്കാനായി തെളിവില്ല എന്ന പേരിൽ പിണറായി വിജയൻ പോലീസ് എഴുതിത്തള്ളാനൊരുങ്ങിയ കേസാണ് പിണറായി സർക്കാർ 10 വർഷമായി ഒതുക്കിയിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇപ്പോൾ പുനരന്വേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഒറ്റ തീരുമാനം, 2 പ്രതികാരം. അതിനാണ് ജനങ്ങളിപ്പോൾ കൈയടിക്കുന്നത്. നവകേരള യാത്രക്കിടയിലായിരുന്നു ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപും മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച AD തോമസിനെയും അജയനെയും ക്രൂരമായി മർദ്ദിച്ചത്. ഒരുവിധ സസ്പെൻഷനോ അറസ്റ്റോ ചെയ്യാതെ പിണറായി സർക്കാർ ഇവരെ സംരക്ഷിച്ചു. ഈ ഗൺമാന്മാരെ തന്നെ തനിക്ക് തുടർന്നും സുരക്ഷാ ചുമതലയ്ക്ക് ലഭിക്കണമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സതീശനോട് പിണറായി വിജയൻ ആവശ്യപ്പെട്ടത്. മറുവശത്ത് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒതുക്കിയിട്ടിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ AP ഷൗക്കത്ത് അലി. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ മണിക്കൂറുകൾ കൊണ്ട് പിടിച്ചതാണ് അന്ന് പിണറായി വിജയൻ സർക്കാരിന് AP ഷൗക്കത്ത് അലിയോട് കലിപ്പുണ്ടാകാനുള്ള കാരണം. നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആണ് AP ഷൗക്കത്ത് അലി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു TP കേസ് കൊലയാളികളായ കൊടിസുനി ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയത്. അന്ന് CPM നേതാക്കളെ നിർദ്ദയം ചോദ്യം ചെയ്തു. ഇത് പിണറായി വിജയനെ ചുടിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായി 1 പതിറ്റാണ്ട് AP ഷൗക്കത്ത് അലിയെ ഒതുക്കിയിട്ടു. അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എപ്പോഴും സന്തത സഹചാരികളായി മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന ഈ ഗൺമാന്മാരെ ഇപ്പോൾ കാണാനില്ല. അനിൽകുമാറും സന്ദീപുമൊക്കെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായിക്കൊപ്പം തന്നെയാണ്. ചുരുക്കത്തിൽ ഈ 2 ഗൺമാന്മാരെയും സസ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുറപ്പ്. പിണറായി വിജയന്റെ ചിറകരിഞ്ഞിടുകയാണ് VD സതീശൻ. ഇന്നത്തെ മന്ത്രിസഭായോഗം സുപ്രധാനമായ ചില തീരുമാനങ്ങളും എടുത്തു. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗൺമാന്മാർക്കെതിരെ നടപടി. മറുവശത്ത് സുധാകരന് മുന്നിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യണം. പിണറായി വിജയൻ്റെ ഒരു സ്ഥിതി ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നത്. സുധാകരൻ്റെ ഒരു പ്രസ്താവന കൗതുകമുണർത്തുന്നു. പിണറായി വിജയനും ഞങ്ങളെപ്പോലൊരു MLA ആണ്, അത്രയേ ഉള്ളൂ. പണ്ട് 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു ടൈം ഞാനും ആ സർക്കാരിലുണ്ടായിരുന്നു. പാർട്ടി തീരുമാനിക്കുന്ന ഒരു MLA മുഖ്യമന്ത്രിയാകുന്നുവെന്നേ ഉള്ളൂ. എനിക്കാരോടും ശത്രുതയില്ല. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ശത്രുതയ്ക്ക് അടിസ്ഥാനമില്ല. അത് വച്ചു പുലർത്തുന്നവർക്ക് നാശം മാത്രമേ ഉണ്ടാകൂ എന്ന് സുധാകരൻ പറയുന്നു.
ചുരുക്കത്തിൽ രാഷ്ട്രീയത്തിൽ ശത്രുത വച്ചു പുലർത്തുന്നവർക്ക് നാശം മാത്രമേ ഉണ്ടാകൂ എന്ന് ജി സുധാകരൻ പറയുമ്പോൾ പിണറായി വിജയന്റെ അവസ്ഥയെ എന്ന് പരിഹസിക്കുകയാണ് സോഷ്യൽ മീഡിയ. താനകപ്പെട്ട പ്രതിസന്ധി കൃത്യമായി പിണറായി വിജയൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ പ്രസംഗത്തിൽ ചില പരാമർശങ്ങൾ പിണറായി വിജയൻ ഉപയോഗിച്ചതും. ജനവിധി ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു, ഇതിനും തുടർച്ച വേണം, ഞങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാനാകൂ എന്ന് പറയുന്നില്ല. പുതിയ സർക്കാരിൻ്റെ ജനക്ഷേമ പരിപാടികൾക്ക് എല്ലാ പിന്തുണയും നൽകും. ഇത്തരം ഘട്ടം LDFൻ്റെയോ CPMൻ്റെയോ അവസാനമായി ആരും കാണേണ്ട, ഞങ്ങൾ ശക്തമായി തിരിച്ചു വരുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പക്ഷേ ചിലർ ചില സംശയങ്ങൾ ഉണർത്തുന്നു. ത്രിപുരയ്ക്കും ബംഗാളിനും സമാനമായ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ CPM പതിക്കുമോ എന്ന ഭീതിയാണ് പാർട്ടി സഖാക്കൾ പോലും മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനം പിണറായി വിജയനെ എടുത്ത് കിണറ്റിലിട്ടു. പിന്നെന്തിനാണ് പ്രതിപക്ഷ നേതാവായി വലിച്ചു കയറി വന്നത്? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ ഈ പാർട്ടി അറബിക്കടലിൽ ഒലിച്ചു പോകും എന്ന് പേടിക്കുന്നവരുണ്ട്. ബംഗാളിന് സമാനമായ സാഹചര്യത്തിൽ കേരളത്തിലെ CPMനെ എത്തിക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം. അതിലേക്കാണ് ഇപ്പോൾ CPMൻ്റെ പോക്ക് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. മറുവശത്ത് സതീശനും ടീമും പിണറായി വിജയന് നേർക്ക് കട്ടയ്ക്ക് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന 4 മധുര പ്രതികാരങ്ങൾ ഇത്ര വേഗം അവർ നടപ്പാക്കിയതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.